ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. സാധാരണ പ്ലസ് 2 കഴിഞ്ഞിട്ട് എന്തെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നതാണ് ഡിഗ്രിയുടെ സാധാരണ സയൻസ് പഠിച്ചൊരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ വരുന്ന പേരാണ് BSc, ബാച്ചിലർ ഓഫ് സയൻസ്. നമ്മൾ സാധാരണ ഒരു UG കോഴ്സിന് പോകുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് കൂടുതൽ വിദ്യാർത്ഥികളും ഈ ഡിഗ്രി പഠിച്ചിട്ട് തൊഴിൽ രഹിതരായിട്ട്, അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നു. കാരണം സാധാരണ വെറും ഒരു ഡിഗ്രി എടുത്തു പോയത് കൊണ്ടാണ് എന്ന് ചിലർ പറയുന്നു സ്കില്ലില്ല. പക്ഷേ ഇതിലൊക്കെ യഥാർത്ഥത്തിൽ സത്യമുണ്ടോ? പ്ലസ് 2 കഴിഞ്ഞ് നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് നോക്കുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ BSc കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് എടുക്കുന്ന പലരും എന്താണ് പിന്നീട് ഒരു PSc കോച്ചിങ്ങോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമോ അതുമല്ല എങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസ് MSc ലെവലിലാണ് പോകുന്നത്. എന്തുകൊണ്ട് BSc പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു ജോലി മീൻസ് ഒരു ക്വിക്കായിട്ടുള്ള ഒരു ജോബ് എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ജോബുകളെല്ലാം തന്നെ തിയററ്റിക്കലാണ് കൂടുതലായിട്ട് വരുന്നത്. അവിടെയാണ് BSc ഇപ്പോൾ പല കോളേജുകളിലും, പ്രധാനമായിട്ടും ഗവൺമെന്റും നോൺ ഗവൺമെന്റുമായിട്ടുള്ള കോളേജുകൾ ഓഫർ ചെയ്യുന്ന BScയിലെ തന്നെ ആഡ് ഓൺ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഇപ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ BSc എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഡിഗ്രി ആ രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് അറിയാതെ പോകരുത്. ഇപ്പോൾ BScയിൽ തന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സ്റ്റീരിയോ ടൈപ്പുകൾ അല്ലാതെ BScയിൽ ഡേറ്റ സയൻസ്, BSc വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc വിത്ത് സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, BSc ആനിമേഷൻ, BSc ഫാഷൻ ഡിസൈനിങ്, ഈ രീതിയിൽ BScയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ ജോബ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ചുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ BScയുടെ അണ്ടറിൽ ആഡ് ഓൺ കോഴ്സുകളായിട്ട്, സ്പെഷ്യലൈസ്ഡ് സ്ട്രീമുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാ കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ BScയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc നേഴ്സിംഗ് ഒക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. മെഡിക്കൽ ഫീൽഡിൽ പോകുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, സ്റ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അതിന് പുറമെ BScയുടെ സാധാരണ കോഴ്സുകൾ നിങ്ങൾ എടുത്ത് ജോലി കിട്ടില്ല എന്ന ഒരു ആശങ്കയുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും BScയിൽ തന്നെ ഇപ്പോൾ BSc സൈക്കോളജിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോയി തുടങ്ങുന്നുണ്ട്. കാരണം അതിലിപ്പോൾ ആൾക്കാർ ഒന്നാമത് കുറവാണ്, ജോബ് ഡിമാൻഡ് കൂടുതലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റ സയൻസും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഉൾപ്പെടെ നമ്മൾ BScയുടെ കൂടെയൊക്കെ കേട്ടിട്ടുള്ള ചില സ്പെഷ്യൽ കോഴ്സുകൾ വരെ BScയുടെ അണ്ടറിൽ പല കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അതുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം BScയുടെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കൂടുതൽ അസിസ്റ്റൻസിനും അഡ്മിഷൻ ഗൈഡൻസിനും ഒക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കരിയർ പാത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചാൽ മതി. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മീൻസ് കോളേജിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിഷൻ ഗൈഡൻസിനെ കുറിച്ചും പ്ലേസ്മെന്റ് സിനാരിയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം പറഞ്ഞു. ബൈ.